കുട്ടിയുണ്ടായിട്ട് കാണുന്നില്ലേ നമ്മളെ കാണുന്നു. ഇതെന്ത് വ്ളോഗ് എടുക്കുന്ന റെഡി ആയിട്ട് എന്തിനാ നൂറാ? ഇന്ന് വ്ളോഗില് കാണിക്കുന്നത് ജിംസിനെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് എന്തല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദുബൈയിൽ നിന്ന് വന്നിട്ടുള്ള ഞങ്ങളെ ഇന്ന് ഞായറാഴ്ച ഗൈസ്, ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെങ്കിൽ ഇന്നിപ്പോൾ ഡ്യൂട്ടി ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്താടെല്ലാം പോകാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമൽ ഡേയ്സ് അല്ലെങ്കിൽ ഞങ്ങൾ പണിക്ക് പോകുന്നത്, വരുന്നത്, പിന്നെ തുറക്കുന്നത്, അങ്ങനത്തെ ഒരു വലിയൊരു അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ചില്ല എപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇൻഷാല്ലാ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ പണീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ എന്തെല്ലാം പരിപാടി എന്ത് അതെല്ലാം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഇന്ന് ഞായറാഴ്ച നമ്മളെന്ത് പരിപാടി അതെല്ലാം കാണിച്ചു തരാം. അതുകൊണ്ടാണ് കാലത്ത് തന്നെ ഉറക്കം നനച്ചിട്ട് പല്ല തേക്കാത്ത ആദ്യമായിട്ട് വ്ളോഗ് കൊടുത്തു. പിന്നെ ഫ്ലാഷ് അടിച്ചിട്ട് കണ്ണ് കാണുന്നില്ല, കണ്ണ് തുറക്കാനേ ചെയ്യുന്നില്ല, ഭയന്നിട്ട് കിടക്കലില്ല. അപ്പോൾ ഇന്ന് സുഖം കാണിച്ചിടാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായി. കാലത്തണിച്ചിട്ട് മീൻസ് എണിച്ചപ്പാട് നമുക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് തന്നെ ഒരു പ്ലാൻ ഉണ്ടായി. അങ്ങനെയാണ് കുപ്പാലോട്ടിട്ട് കിടന്നത്. ആസ്വദിച്ചിരുന്ന് തോന്നുന്നു നൂറാടൊന്നും കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രവാസികളെ ലൈഫും പിന്നെ പ്രവാസികളെ റൂമും അപ്പോൾ എന്തെല്ലാം പരിപാടിയെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഉറങ്ങുന്നുണ്ട്, എൻ്റെ അടിയിരുത്തൽ വരുന്നുണ്ട്. അതിപ്പോ വ്ളോഗ് തുടങ്ങി ഉറങ്ങുന്നുണ്ട് ഗൈസ്. ആരോണിച്ചിട്ടല്ല ഇങ്ങനെ ഓണാകുന്നുണ്ട്. ഇത് നമ്മളെ ബാൽക്കണി ഗൈസ്, എല്ലാം തട്ടിക്കുട്ട് സെറ്റപ്പ്, ഇവരെല്ലാം തോർത്ത് വെക്കുന്നത്. ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് വരുന്നത് ഞായറാഴ്ച ഷോപ്പൊന്നും തുറന്നിട്ടില്ല, അങ്ങനെ അപ്പം ഷോപ്പ് തന്നെ. ഇതാണ് യഥാർത്ഥ മൊബൈൽ മാർക്കറ്റ് അല്ല ദുബൈൻ്റെ. നമ്മുടെ റൂം വരുന്നത് ഇത് ഹയാത്ത്. ഇതാണ് റൂമിൻ്റെ ലൊക്കേഷന്. ഹയാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഓസ്കാറിൻ്റെ ബാക്കിൽ തന്നെ നമ്മളെ റൂം. ഗൈസ് അങ്ങനെ ഹോട്ടലിലേക്ക് എത്തി. ദോശയും വെജ് മിക്സും പറഞ്ഞ വെജിറ്റബിൾ കറി അല്ല, ഇത് ദോശവും എന്താ ചിക്കൻ്റെ ഗ്രേവി, ചായ നല്ല മോട്ടർ ചായ. ഗൈസ് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ചെറിയ സാധനം വേങ്ങാണ്ട് വീട്ടിൽ തന്നെ ഫുഡെല്ലാം കഴിച്ചാവാ. സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെ തിന്നിട്ട് എന്തല്ല മേങ്ങളാ ഫ്രൂട്ട്സിലൊന്നും ഓഫർ ഉണ്ടോ? ഇന്ന് ഓഫർ ഉണ്ടാവും. അമ്മയൊക്കെ എടുത്തു. എല്ലാവർക്കും തേയാ സുബു, എല്ലാവർക്കും തേയല്ലോ. ആരുമില്ലാതെ ആസിപ്പോ ജാബിയുടെ കാണുന്നുണ്ടാവും. ആൾക്കാരുണ്ട് അവിടെ, 30 ആൾക്കാരുണ്ടാ. ആസാദ് അത് പിരിക്കുന്നുണ്ട് സാധനം. അപ്പൊ തിന്നിട്ടല്ല വന്നിട്ട് ഫോണിൽ നോക്കി നാട്ടിലേക്ക് വിളിച്ച് കൊറേ വീഡിയോ എല്ലാം നോക്കിയിട്ട് ഇടവാക്കി. അതിപ്പോ തന്നെ പത്തിട്ടോ ഗൈസ്. അപ്പതാ ഞാനിവിടെ മുകളിലുള്ള ആസ്പത്രിയുള്ള ഇതിന്റെ മുകളിൽ തട്ടി കൂടിയിട്ട് അട്ടിക്കട്ടിക്കുള്ള ബസ് അങ്ങനെ. ഇന്നത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ് ഇത്
ഫോൺ തന്നെ ഹാങ് ആവും. ഫോണല്ല യൂട്യൂബ് ചെക്കനാടെ കുപ്പായിടാത്തതിട്ടുള്ള. ഞാൻ കഴിച്ചത് കഥ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നാട്ടിലേക്ക് ഫോൺ വിളിക്കുന്നതും ഇവിടെ കിടക്കുന്നൊരു ഫിലിം നോക്കുന്നതും ഇങ്ങനത്തെ പണി. ആസിഫിന്റെ അടിയില് ബെഡ്, അതിന്റെ മുകളില് അതിന്റെ മുകളില് പഠിച്ചോ സോറി സഫാദ് അതിന്റെ മുകളിലല്ല, നമ്മളെ റൂം ഇതാവാ. ദിസ് ഇസ് റൂം. ഇവിടെ മുകളിൽ തട്ട് അവിടെ ചെല്ലുപോലെ. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും ഒരു മണിയറാക്കിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുണ്ട് ഒരാളുണ്ട്. പിന്നെ എടുത്ത ഇതാകുമ്പോ കറക്റ്റ് കാണും. അതിന്റെ ഉള്ളിൽ ഇതെന്റെ മണിയറുണ്ട്. ഇതിന്റെ ഉള്ളില് ഒരു ഈച്ച പോലും കിടക്കാല അതിന്റെ ഉള്ളിലേക്ക്. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മന്തിയാണ് എല്ലാരും ഒക്കെ ഇട്ടിട്ട് ബേക്കുന്നേ. പക്ഷെ ഇന്ന് അല്ലെങ്കിൽ 5-6 ആളുണ്ടാന്ന് ഇവിടെ റൂമിൽ. എല്ലാരും ഉണ്ടാവും. 2 പുള്ള ഇന്ന് ബീയത്തൊന്ന് ബീച്ചിട്ട് പോയി. ഇത് ജാവിന്റെ കട്ടിങ് പുതിയ ട്രെൻഡ് എടുക്കാൻ നോക്കിയാ മുടി എടുത്തിട്ട്. മൂത്രം തേക്ക് പങ്കാളികള് കേരളത്തിലത്തെ പങ്കാളിയാ. ഏടാ മറ്റേ ഇവിടെ പെരിന്തൽമണ്ണയിലാ നിക്കുന്നത്. തേന് വിതരണം നടക്കുകയാണ്. ഇപ്പൊ മറ്റേ പിച്ചക്കാരനെ പോലെ കൈ തട്ടത്. അമ്മേ വല്ലതും തരണേ. തേന് ഗൈസ്. ഇതെടുത്ത തേനെടുത്ത കെനിയന്റെ തേനല്ലോ. എത്തോപ്യൻ തേൻ. പിന്നൊന്നുണ്ട് ഇത് അടിയിന്ന് ഈ വീഡിയോ എടുക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നു. അറിഞ്ഞാ ഗൈസ് ഇത് തേനാണ് ഗൈസ്. നീ കയ്യിൽ കിട്ടുന്ന അല്ല ഞാൻ ചെല്ലുന്ന പൂർത്തിയാക്കിട്ടാ. വീഡിയോ അടിയിന്ന് എടുക്കുന്ന നല്ലതല്ല തോന്നുന്നു. അല്ല എല്ലാം ഷോർട്സ് ഇട്ടിട്ടുള്ള എല്ലാം ശരിയിട്ടിട്ട് ഗൈസ് മേഗി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ സൗകര്യങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾ ചെയ്യുകയാണ് ഗൈസ്. വലിയ ചെലവില്ലല്ലോ. ആദ്യമായിട്ടാണ് ഫോൺ ഓടിക്കുന്ന കണ്ടത്. റിയാലിറ്റി വേറെ അതല്ലേ ഇപ്പൊ ട്രെൻഡ്. മാത്രം ഇങ്ങനത്തെ കുറെ കേസ് ഇപ്പോഴും അതിന്റെ മാത്രമല്ല കുറെ വേറെ എന്തെല്ലോ കേസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രെൻഡ് ആയിട്ട് മാറിയാണ്. റീലും റിയൽ ലൈഫും കാണിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ റിയൽ ലൈഫ് ഞങ്ങൾ വേറെ കാണിച്ചു തരും. എന്റെ വീഡിയോ വേറെ ഇട്ടോ അതെടുത്തിട്ടില്ല. മേഗി ടേസ്റ്റ് ഫസ്റ്റ് ടേസ്റ്റ് നോക്കൽ. തളക്കുന്നുണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ക്യാമറ കൊണ്ട് അതിന്റെ ബായിൻ്റെ ഉള്ളിലേക്ക് താഴെ കൊണ്ടുപോകാൻ കഴിയല്ലോ. മുട്ടയുണ്ടായത് കോയല്ല ഇത്. മുട്ടയുടെ മുട്ടയുടെ കോയല്ലേ ഓന് കാലത്തെ തുടങ്ങിയില്ല മുണ്ടാനെ എടുത്തോളം നിർത്തിയിട്ടാണ്. സുബൈക്ക് വിളിക്കാൻ പറയാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടുണ്ടാവും. സുബൈക്ക് വിളിച്ചിട്ടുണ്ടത് ഇങ്ങനെ തുടങ്ങിയത്. ഞങ്ങൾ ബ്ലോഗ് എടുക്കുന്നുണ്ട് ഇന്ന് ഞായറാഴ്ചത്തെ. കോളേജുള്ള മംഗലത്തിലായിട്ടുണ്ടാവുന്നല്ലേ? മംഗലത്തിനല്ലപ്പാ, ഓളെ മാമാൻ്റെ പോയിട്ടുള്ള. നിന്റെ ലൈറ്റ് അടിക്കുന്ന ഭയങ്കര ഓള് മറ്റേ മേക്കപ്പ് ആക്കിട്ട് നിന്റെ പൗഡർ ഭയങ്കരത്തിൽ അടിക്കുന്നത് കാണുന്നില്ല. ഓളെ നേരെ നിന്റെ പൗഡർ ഇല്ല കാണുന്നില്ല. ഇങ്ങനെ കുടിക്കുക എടുത്തു വാ. ഈ മാന കത്തിണ്ടായിരുന്നാ കുടിക്കുമ്പോ ഇതെന്താ വ്ളോഗ് എടുക്കുന്ന റെഡി ആയിട്ട് എന്തിനാ നൂറാ? ഇടാ ഇത് കരിയാനൊരു കാരണോ വീഡിയോ എടുക്കുമ്പോ ചായ കുടിക്കാമല്ലോ. ഇവിടെ ഫുള്ള് ആൾക്കാർ കൂടിയിട്ടുണ്ട്. അറബികളെന്തോ പരിപാടി ഉണ്ടെന്നോ.
നോക്കാം. നൈറ്റ് പാർക്കിന്റെ ഉള്ളിലാവാ. നല്ല ആളുണ്ടാവാ നൈറ്റ് പാർക്കിന്റെ ഉള്ളില്. നല്ല പൊലിച്ചുണ്ട്. ഞായറാഴ്ച എന്തോ പരിപാടി തോന്നി. ഇതിന് ഇനോഗ്രേഷന്റെ പരിപാടിയാ എന്താ അറിയില്ല. ചായ കുടിക്കാൻ ടീ ഹബിലേക്ക്. എന്ത് പറയാനുള്ള കടി എന്താണ് നോക്കുന്നത്? എന്താ വേണ്ടേ? അങ്ക് പഴംപൊരി കാച്ചത്, പഴംപൊരി കഴിച്ചത്. അങ്ക് ഇതാവൂടാ, അങ്ക് മറ്റേ കപ്പ. അങ്ക് കപ്പയാവും നിങ്ങക്ക്. സംഭവം പ്രോട്ടീന് മാത്രം അതിലേക്കില്ല, പഞ്ചാര ഇട്ടിട്ട്, അതാണ് പ്രശ്നം. നല്ല കപ്പ കപ്പ കേസ് നല്ല ചക്കക്കറി പോലെ ഉണ്ട്. ഞാൻ തരും ശരിയല്ലേ? നല്ല ഉണ്ടല്ലോ അത്. നമ്മളെ ഫേവറേറ്റ് വന്ന പൊളി വെച്ച ഗ്രേവിയും ചട്നിയും ഞാൻ തരും. അന്ന് വന്നിട്ട് റാടി തിന്നുകൊണ്ടായി എന്താക്കുന്ന റസിക്ക? ടെൻഷൻ എന്താ തലൂർന്ന് പേനുണ്ടായിട്ട് നിങ്ങളൊരാൾ ഒളിച്ചതിനെ ബ്ലോഗിൽ വരാത്ത ആളാ ഞാൻ ഇന്ന് പുറത്തിട്ട്. സഫാദ് വായ്പാട് സഫാദ് കിട്ടാൻ എന്താ? സഫാദ് ബ്ലോഗിൽ ഇന്ന് ഹൈലൈറ്റ് സഫാദ്. എന്താക്കുന്ന റസിക്ക? നമ്മളെ വ്ളോഗിൽ ഇടുന്നതിന്റെ ഇന്ന് വരുന്നില്ല. എന്താണ് വരുന്നില്ലേ? റബ്ബർ വേണാ വരാനേ? ഷോൾ ഇട്ട ലിജിന ഷോൾ ഇടല്ല, വീഡിയോ കോൾ ആക്കുമ്പില്ലേ വരാന്. എന്തിത് മേക്കപ്പ് എല്ലാം ആക്കിനാ? ഷിംസിനെ ബ്ലോഗില് ഇന്ന് ബ്ലോഗില് കാണിക്കുന്നത് ഷിംസിനെ. അപ്പൊ അങ്ങനത്തെ കഥ. പിന്നെ നമുക്കില്ല ഇപ്പൊ ഇന്ന് ഒരു പരിപാടി ഉണ്ട് ചെറിയ. അപ്പൊ ആ പരിപാടിക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞങ്ങളുണ്ട്. ഓക്കെ അപ്പൊ ഓക്കെ ഞങ്ങൾ പോയിട്ട് എത്തണ പരിപാടിക്ക്. കൗസലം നൂറാന്റെ അത്ര ഇല്ല, നിനക്കില്ല. നൂറാണ്ട് കുറച്ച് കുറവ്. പാടെ പോവാൻ വേണ്ടിട്ട് റെഡിയാണ്. ഓക്കെ അപ്പോ ഞങ്ങൾ റെഡിയായി സെറ്റായി. നമ്മൾ പോവാൻ ബോസിന്റെ ഇത് കിടായിന്റെ തൊട്ടിലിട്ടില്ല ചെറിയ പാർട്ടി പോലെ. അപ്പൊ അങ്ങനെ ക്ഷണിച്ചിന് നമ്മ പരിപാടി ഇടയില്ലെങ്കിൽ ക്രൗൺ പ്ലാസ അല്ല, ക്രൗൺ പ്ലാസ സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷന്റെ അടുത്ത്. അപ്പോൾ അവിടെ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഇവിടെ ബന്യാസ് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടെ സലാഹുദ്ദീനിലാണ് ചെയ്യേണ്ടത്. ആസിക്കിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ആസിക്ക് റീചാർജ് ആക്കാൻ പോയിന്. ആസിക്ക് വന്ന് ബാ കേറുന്നേ. ഗ്രീൻ അല്ല അങ്ങനെ സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ഇവിടുന്ന് പോന്നെ. അത് ഇതപ്പുറത്തേക്കുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ എത്തട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മെട്രോ ഇറങ്ങിയാവാ. അതോടെ ക്രൗൺ പ്ലാസൻ്റെ ഉള്ളിലേക്ക് എത്തിയാവാ. ഇത് ഹോട്ടല് പരിപാടി എഴുതാൻ നോക്കിയാൽ മതി. അയ്യോ അതോടെ ഇതന്നെ അതാ ഇതന്നല്ലേ. യൂട്യൂബിൽ ആർക്ക് പറഞ്ഞേ ഓക്കെ. പെണ്ണാക്കുന്നില്ലേ ഇതില്? പെണ്ണാക്കുന്നേ ആർക്ക്? അമീനിക്കല്ല അതിനാ
കുറേ നേരമായി ആസിക്ക് എൻ്റെ തന്നെ ബ്ലോ കുടിക്കുന്നത്. ഞാൻ ഓൻ്റെ മുമ്പ് പിടിച്ചേർന്നെ. എന്തായാലും ആസിക്ക ചെയിന് കാണുന്നില്ലേ? ചെയിന് കാണുന്നില്ലേ? നല്ല സെറ്റ് സാധനം. എന്താ സാധനം? എന്താ റോളാ? റോളിൻ്റെ ഒരു ബാറിലോ എന്ത് കഥ അറിയില്ല ഗൈസ്. കുറേ നേരമായി ഓരോന്നോരോന്ന് കൊണ്ടുപോയിട്ടിടുന്നതും ഓന് തിന്നുന്നതും. ഇത് ചിക്കൻ്റെ ഒരു പ്രാന്തനാ. ഗൈസ് അമീനുണ്ട് ഗൈസ്. കലി ഇത് സുലു ഇക്കു കലി. നിന്നെ ചെല്ലീനാ മീനോ? നിന്നോട് എത്ര ചെല്ല ഗൈസ്. ഇത് ആശി കൈനൂട്ട് കാലുനൂട്ട് കാണുന്നു കാണുന്നു. ഞമ്മ വന്നിന് നല്ലൊരു പരിപാടി കാണാം. അപ്പുറത്തെ പിള്ളേരുണ്ട്. ഹായ് ആംബിയൻസ് ഫുള്ള് സെറ്റ് എല്ലാം മജ ഉണ്ടാവുക. പക്ഷെ ഈ ക്യാമറ എല്ലാം എന്താന്ന് അത്ര കിട്ടുന്നത്. ഫുഡ് എത്തിയിട്ട് കഴിക്കാൻ തുടങ്ങി. ചിക്കൻ ഫ്രൈ ഫുഡ് എത്താനായിട്ടാണ് ഇപ്പല്ല വന്നിട്ട് നിനക്ക് ഓനിക്ക് വന്നിട്ട് അവന്നെ റോളും കൊടുത്ത് ഒരു 2 ചിക്കൻ്റെ പീസും കൊടുത്തു. അത് ഞങ്ങൾ തിന്നത്. ആസിഫിന്റെ ആർത്തി എല്ലാവർക്കും ഒന്ന് കൊടുത്തു. ആസിഫിന് 2 കൊടുത്തു. അല്ല ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. പരിപാടി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇന്നലെ വിളിച്ചിനെ. ഇന്ന് കാലത്തൊന്നും വന്നിട്ട് ഇന്ന് ഉച്ചക്കൊന്നും വന്നിട്ടാ. അപ്പൊ ബ്ലോഗിൽ വന്നിട്ടുണ്ടാവും. ഇത്ര തന്നെ കുടിക്കുന്നത്. ഈനാട്ടി അപ്പുറം കുടിക്കുന്നില്ല. ഈനാട്ടി അപ്പുറം കുടിക്കുന്നില്ല. എല്ലാം മിക്സ് ആയതാ. മിക്സർ പോലെ ആയത്. നെക്സ്റ്റ് ഇനി ഒരു വരവും കൂടി വരേണ്ടി വരും. ലാസ്റ്റ് അവിടെ ഐസ്ക്രീം അല്ലേ ഇല്ലേ? എനിക്ക് പോണ്ടേ? ഐസ്ക്രീം മിക്സ് ആയി. ഞങ്ങൾ രണ്ടാമത്തോളം ഭയങ്കര എടുക്കുന്നുണ്ട്. क्या हवराद है തിന്നു ഗൈസ്. വേറെല്ലോ മോനെ ഇങ്ങനെ ഒന്ന് ആസാവല്ലോ. എത്ര റൗണ്ടായോ ഇട്ടത്? എല്ലാം കെട്ടി എടുത്ത് ഫ്രൂട്ട്സ്. എന്താ ഫ്രൂട്ട്സിലാടാക്കുന്നേടാ? ആ ക്രീം കൊടുത്തിന്. ഇത് സൈഡിലുള്ളത് ക്രീം. കുറെ നേരം സ്പൂണെല്ലാം കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമുക്ക് ആവശ്യം വന്നവ ഐസ്ക്രീം വന്നാണ്. ഐസ്ക്രീം ഇതിന്റെ കയ്യിലൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ തിന്നിട്ടില്ല. ഫുള്ള് സെറ്റ് ഫുഡ്. എങ്ങനെയുണ്ടോ ഫുഡ്? ഐസ്ക്രീം ഇതെല്ലാം ആയിട്ട് നല്ല ഫുഡായിരുന്നു. വേറെ ഫുള്ളായിട്ട് ബാക്കിയില്ല. ജൂമാക്ക് ഞാൻ പാമ്പിന്റെ ഇതല്ലേ. അപ്പോൾ പരിപാടിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ 10 മണിയായി. 10-11 മണിയായി. അല്ലാത്തന്നെ അതിന് ശരിയില്ലാലോ. 11 ഗൈസ്. അപ്പോൾ ഇന്നത്തെ കഥ എങ്ങനെ? ഇന്നത്തെ ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ചത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ടല്ലോ. നമ്മള് എല്ലാ സമയം ഇന്ന് രാത്രി ഉറങ്ങോളുണ്ട്. ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഉറങ്ങോളുള്ളതുണ്ടാവും. നിങ്ങൾ സഹിക്കണം അടുത്തോളുള്ളത്. പിന്നൊന്നുണ്ട് ഗൈസ്, നിങ്ങൾ വീഡിയോ നോക്കിയിട്ടില്ല, ഒരു ലൈക്ക് കിട്ടണതാ. നമുക്ക് ലൈക്ക് കുറവല്ലോ. എന്താ മറക്കുന്നത്? നമ്മൾ ചെല്ലാത്തോണ്ടാ. അത് നമ്മൾ ചെല്ലാത്തോണ്ട് നിങ്ങൾക്ക് മറക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അധികാരം മനസ്സിലായി. അപ്പം നിങ്ങൾ എന്താക്കണം അറിയാമോ?
വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് പറയാതെ ലൈക്ക് അടിക്കണം. ലൈക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ഞങ്ങളെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിരിക്കണം. ഭീഷണിയോ ഇല്ല ഗൈസ്, നിങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ച ആ സംഭവം നമ്മൾ ക്യാൻസലാക്കി. അവിടെ കളി കഴിഞ്ഞതായി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഒരു കളി ഉണ്ടായി ഗൈസ്. കളീൻ്റെ അടുത്തേക്ക് പോകാൻ തിരിച്ചേ അവിടെ കളി കഴിഞ്ഞല്ലോ, ഞങ്ങൾ റിട്ടേൺ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വോൾസൂക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ നാട്ടിലേക്ക് എത്തിയ പോലെ. ഓക്കെ, ഇവിടുന്ന് റൂമിലേക്കാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ കമോൺ കമോൺ. യെസ്, ഇപ്പം നമ്മളെ നാട്ടിലേക്ക് എത്തിയതാ. ഒരു ചായ കൂട്ടിട്ട് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ജേണി അവസാനിപ്പിക്കുകയാണ്. ചായ ബോർഡല്ല അരമണിക്കൂറിന് ശേഷം ഒരു ചായ കിട്ടിയതാ. ടൈം കാണിക്കാൻ ടൈം കാണിച്ചതാണ്. അരമണിക്കൂർ ഞങ്ങൾ ഞായറാഴ്ച പോയി ചോറ് ഇല്ല. സംഭവം എന്താ പറയുക, എനിക്കൊന്നും മറന്നാൽ നമുക്ക് മറന്നാക്കിയിട്ടാണ്. ഗൈസ്, അപ്പോൾ റൂമിലേക്ക് എത്തിയമ്മോ ഇന്നത്തെ 12 മണിയായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് എത്തിന്. ഫുൾ ക്ഷീണം, ഫുൾ ടയർഡ്. പക്ഷെ നടന്നാവാം അത്ര തണുപ്പ് തുടങ്ങിയത് ദുബൈയില്. അതിനോട് നല്ലൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദുബൈക്ക് വരുന്ന ആൾക്കെല്ലാം ഫാമിലി ആയിട്ട് വരാം, എന്ത് പ്രശ്നമൊന്നുമില്ല. സെറ്റ് ക്ലൈമറ്റ്. പിന്നെ നിങ്ങൾ റൂമെല്ലാം കണ്ടിട്ടുണ്ടാവും. റൂം ഭയങ്കര കൺജസ്റ്റഡ് റൂം. കാരണം എന്താ വെച്ചാൽ ഓരോ റൂം ഇങ്ങനെ എന്താ അധിക റൂം ഇങ്ങനെ നിൽക്കുന്ന എല്ലാവരും. പിന്നെ എന്തെങ്കിലും ഇവിടെ റൂം ഇത് കാര്യങ്ങളെ കുറച്ച് എക്സ്പെൻസീവ്. പിന്നെ പ്രവാസികളല്ലേ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിൽക്കാന്നുള്ള ലെവലാന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം പറഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.